പ്രിയപ്പെട്ടവരെ, വളരെ വിഷമത്തോടെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ലയന എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിയായ സഹോദരിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇരുവൃക്കകളും തകരാറിലായി, സാമ്പത്തികമില്ലാതെ ശ്വാസമുട്ട് അനുഭവിച്ചുകൊണ്ട്, ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ, കേൾവിക്കും കാഴ്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട്, ഒരു വാടക വീട്ടിൽ 2 മക്കളെയും അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്നൊരവസ്ഥയാണ് ലൈനയുടേത്. ഏകദേശം 30 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ചികിത്സയ്ക്ക് ഒരു വഴിയും ആ പാവപ്പെട്ട കുടുംബത്തിന് മുമ്പിലില്ല. ഭർത്താവ് കൂടെയില്ലാത്ത ലൈനയ്ക്ക് ഏക ആശ്രയം ആ നാട്ടുകാരും മാത്രമാണ്. ലൈനയുടെ ശരീരത്തിൻ്റെ തൂക്കം ഏകദേശം 32 കിലോയോളം ആയി കുറഞ്ഞിരിക്കുകയാണ്. വളരെ ശോഷിച്ച ശരീരവുമായി നമ്മുടെ എല്ലാവരുടെയും കനിവ് കാത്ത് കഴിയുന്ന ലൈനയെ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, വാക്കുകളില്ല. എല്ലാവരും എന്നെ സഹായിക്കണം. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഡയാലിസിസ് ചെയ്യാൻ പോലും ഇപ്പോൾ ഒരു വഴിയില്ല. ഇത്ര വരെ കുടുംബക്കാരൊക്കെ സഹായിച്ചിട്ടാണ് ഈ ഇത്രയും നാള് ചികിത്സ ചെയ്തത്. നിങ്ങളെല്ലാവരും എൻ്റെ സുഖം കണ്ട് മനസ്സിലാക്കി. അവളെ കണ്ടു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാറ് പോലും ഇല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണുള്ളത്. ശ്വാസം മുട്ടലാണ്, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കഴിയുന്ന സഹായം എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തു തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. കഴിക്കാൻ പറ്റത്തില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഡയാലിസിസ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്, എല്ലാത്തിലും ബുദ്ധിമുട്ടാണ്. പൈസയും ഇല്ല, അതിൻ്റെയും ടെൻഷനുണ്ട്. ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ രോഗം വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് തീരെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്നും ഹോസ്പിറ്റലിൽ പോകും, ഇഞ്ചക്ഷൻ അടിക്കും, വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും എന്നെ സഹായിക്കണം പറ്റുന്ന രീതിയിൽ. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ പഞ്ചായത്തിലെ കീരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട ലയന എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ഇരുവൃക്കകളും തകരാറിലാണ്. വളരെ എമർജൻസി ആയിട്ട് സർജറിയുടെ അത് മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹായിക്കണം.